ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള PSUവിൻ്റെ വീഡിയോ ആണ്. അതായത് SMBS, നമ്മുടെ PCയിലെ മെയിൻ പവർ സപ്ലൈ ആയ ഈ ഒരു SMBS ആണ്. എന്തുകൊണ്ട് 2 PSU നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ആൻടെക്കിൻ്റെ ആറ്റം സീരീസിൽ വന്ന ഒരു 450 വാട്ട്സിൻ്റെ ഒരു PSU ആയിരുന്നു. നമ്മുടെ PCയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് 3 വർഷമായിട്ട് ഈ ഒരു SMBS ആയിരുന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ PC ഒരു ദിവസം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പുക വന്നതിൻ്റെ ഉള്ളിൽ നിന്ന്, അതുപോലെ തന്നെ ഒരു സൗണ്ടും നല്ല രീതിയിലൊരു സ്മെല്ലും വന്ന്, അതായത് കത്തിപ്പോയതാണ് സംഭവം. നമ്മൾ അയച്ചു നോക്കിയ സമയത്താണ് മനസ്സിലായത് നമ്മുടെ PSU അടിച്ചു പോയതാണ്. എങ്ങനെ ഇപ്പോൾ കത്തിപ്പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തോ പവർ വോൾട്ടേജ് വേരിയേഷൻ അങ്ങനെ ഒന്നും സംഭവിച്ചാണ്. അങ്ങനെ നമ്മുടെ PSU അടിച്ചു പോയി. അങ്ങനെ നമ്മളെന്ത് ചെയ്ത്, നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ ഓൺലൈനിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് സെർച്ച് ചെയ്ത്, അങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് കൂടുതലും നല്ല കമ്പനികളാണ്, അതായത് ഡീപ്പ് കൂൾ, അങ്ങനെ കുറേ വലിയ കമ്പനികളാണ് വന്നത്. കൂളർ മാസ്റ്റർ ഡീപ്പ് കൂൾ ഈ ഒരു സാധനമാണ് നല്ല രീതിയിൽ ടോപ്പിൽ നിൽക്കുന്നത്. അതായത് നമ്മളെന്ത് ചെയ്ത്, നമ്മൾ പിന്നെ കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ സാധനമൊക്കെ നോക്കി. അതിൽ ആൻറ്റി സ്പോർട്സ്, അങ്ങനെ സെബ്രോണിക്സ്, അങ്ങനെ കുറച്ച് ബ്രാൻഡുകളുണ്ട്. പക്ഷേ അതൊന്നും യൂസ് ചെയ്തിട്ടുള്ളൊരു യൂസർ എക്സ്പീരിയൻസിൽ എനിക്കില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്രാൻഡിൻ്റെ ഒരു പവറും എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ല. ഒരു ക്വാളിറ്റി എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ആൻടെക് ഞാൻ യൂസ് ചെയ്തതാണ്. ആദ്യം യൂസ് ചെയ്ത് ആൻടെക്കാണ്. എന്തോ വോൾട്ടേജ് വേരിയേഷൻ പറ്റിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആൻടെക്കിൻ്റെ ഒരു 550 വാട്ട്സിൽ വരുന്ന ഈ ഒരു SMBS നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു SMBS വന്ന സമയത്ത് ഞാൻ നോക്കിയ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബോക്സിൻ്റെ ഡിസൈനാണ്. അതായത് നമ്മൾ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന SMBSൻ്റെ ബോക്സ് ഇതുപോലെ വലിയൊരു സംഭവമൊന്നും ഇല്ല ഇതിൽ. പക്ഷേ ഇത് കാണാൻ കുറച്ചും കൂടി ഒരു കളർഫുൾ അല്ലേ, ഒരു ഗെയിമിംഗ് മോഡൽ സാധനമല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഇതിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി. ഓക്കെ എന്ന് തോന്നിയ സമയത്ത് നമ്മളിത് ഓപ്പൺ ചെയ്തു. നമ്മൾ ഓപ്പൺ ചെയ്തപ്പോഴാണ് മനസ്സിലായത്, നമ്മളെ ആദ്യം യൂസ് ചെയ്ത SMBSഉം ഇതും തമ്മിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അതായത് ഈ ഒരു 550 വാട്ട്സ് എന്തുകൊണ്ട് എടുക്കാമെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചും കൂടി പവർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് തന്നെ എടുത്താണ്. കാരണം നമ്മൾ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് വേരിയേഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു ആവറേജ് ഒരു വാട്ട്സ് കിട്ടുന്ന ഒരു 550 വാട്ട്സ് എടുത്താണ്. ഓക്കെ, ഇത് നമ്മുടെ വ്യത്യാസം മെയിനായിട്ടുള്ള എനിക്കൊരു ഡിഫറൻസ് തോന്നിയെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ ആദ്യം വാങ്ങിച്ചതിൽ നല്ല രീതിയിൽ വയർ മാനേജ്മെൻറ്റ്, അതായത് വയർ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈനും ആ ഒരു വയറിൻ്റെ കളറും, അതായത് ആ ഒരു നമ്മുടെ മദർ ബോർഡിലേക്ക് കൊടുക്കുന്ന ഈ ഒരു കണക്ഷനില്ലേ, അത് നമ്മൾ ആദ്യം വാങ്ങിച്ചതിന് ഒരു കോട്ടിങ് എല്ലാം വരുന്നുണ്ട്. അതായത് ഈ ഒരു ഗെയിമിംഗ് മോഡൽ, ഈ ഒരു സാധനം എന്തോ ഒരു പേര് പറയും. ആ പേര് ഞാൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇതിൽ ടെക്സ്റ്റായിട്ട് കാണിച്ചത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത്, ഈ ഒരു സാധനം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമ്മളെ പെർഫെക്റ്റ് ആണ്. അതായത് നമ്മുടെ PCൻ്റെ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, പക്കയാണ്. നിങ്ങൾ ലോ ബഡ്ജറ്റ് PC ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു പവർ സപ്ലൈ ആണ് ഈ ഒരു ആൻടെക്കിൻ്റെത്. കാരണം എന്ന് വെച്ചാൽ, ലോ ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നത് ആൻറ്റി സ്പോർട്സ് അങ്ങനത്തെ കുറച്ച് ബ്രാൻഡില്ലേ, സെബ്രോണിക്സ്, ഇതിനെ വെച്ച് നോക്കുന്ന സമയത്ത് ആൻടെക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആണ് തോന്നുന്നത്. കാരണം ഞാൻ കുറച്ച് വീഡിയോസ് നോക്കിയ സമയത്തും എല്ലാണ്ടും എനിക്ക് തോന്നിയത്, അതായത് നമ്മൾ കുറച്ച് ഈ ടെക്നീഷ്യന്മാരോടൊക്കെ ചോദിച്ച സമയത്തും അവർ പറഞ്ഞത് കുറച്ചുകൂടി നല്ലത് നമ്മുടെ ആൻടെക്കാണ്, അതായത് മറ്റ് ബ്രാൻഡ് വെച്ച് നോക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ മേലോട്ട് നമ്മുടെ ഡീപ്പ് കൂളർ മാസ്റ്റർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ആൻടെക്ക് ചൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൂടുതൽ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.